ഹായ്, ഇന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പം ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നാളെ തൊട്ട് തുടങ്ങിയാൽ മതി. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുണ്ട്, ഇതുപോലത്തെ ചെറിയൊരു കുഞ്ഞു കഷ്ണം വൈറ്റ് പേപ്പർ ഇങ്ങനെ 3 എടുക്കുക. ഈ വലുപ്പത്തിലുള്ള 3 പേപ്പർ എടുക്കുക. പച്ച കളർ മഷിയുടെ പേനായും എടുക്കുക. ഇപ്പം ഇത് നിങ്ങളെ ഞാൻ എഴുതി കാണിക്കാത്തത് എൻ്റെ പച്ചമഷിയുടെ പേനായി എവിടെ പോയിന്ന് കണ്ടില്ല, അതുകൊണ്ടാകട്ടോ. അപ്പം എടുത്തേച്ചിട്ട് ആദ്യത്തെ പേപ്പറിൽ 12 എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് നടക്കാത്തതോ അല്ലെ നടക്കാനിരിക്കുന്നതോ ആയ ഒരു കാര്യം എഴുതുക. എന്നിട്ട് ആ പേപ്പർ അങ്ങ് മാറ്റി വെച്ചേക്കുക. രണ്ടാമത്തെ പേപ്പർ എടുത്തിട്ട് 22 എന്ന് എഴുതുക. എന്നിട്ട് അതിലും നിങ്ങൾക്ക് നടക്കാനുള്ള എന്താണേലും ഒരു കാര്യം കൂടെ എഴുതുക. ആദ്യം എഴുതിയ കാര്യം ആയിരിക്കരുത്, രണ്ടാമതെടുത്ത 22 എന്നുള്ള ആ നമ്പറിൻ്റെ പേപ്പറിൽ എഴുതേണ്ടത്. അതും മാറ്റി വയ്ക്കുക. മൂന്നാമത്തെ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ എഴുതേണ്ടത് 12, 22 എന്ന് എഴുതുക. എന്നിട്ട് വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് എന്താണോ നടക്കേണ്ടത്, അല്ലെ ഇനി നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു കാര്യം, അങ്ങനെ എഴുതുക. 3 വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കണം എഴുതേണ്ടത്. എന്ന് വെച്ചിട്ട് ചെറിയൊരു ബോട്ടിൽ എടുക്കുക. അതായത് ചില്ലിൻ്റെ ബോട്ടിൽ ഒന്നും വേണ്ടാന്നേ, വേറെ എന്തെങ്കിലും അടപ്പുള്ള ഒരു ബോട്ടിൽ മതി. എന്ന് വെച്ചിട്ട് ഈ 3 കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, എന്ന് വെച്ചിട്ട് അതിങ്ങനെ ചുരുട്ടി ആ ബോട്ടിലോട്ട് ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുക. എന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ 31 ദിവസം എഴുതി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടണം. ഇന്ന് എഴുതുന്ന അതേ കാര്യം തന്നെ ആയിരിക്കണം കേട്ടോ നാളെ എഴുതേണ്ടത്. ഇന്നിപ്പം 12 എന്നുള്ള ആ പേപ്പറിൽ നമ്മൾ എന്താവശ്യമാണ് എഴുതിയ ആ ആവശ്യം തന്നെ നാളെ എഴുതണം. അങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതുക. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് 31ാമത്തെ ദിവസം നിങ്ങളിതെടുത്ത് തുളസി ചോട്ടിലോ തെങ്ങിൻ്റെ ചോട്ടിലോ എടുത്ത് മാറ്റിയിട്ടേക്കുക. ഉറപ്പായിട്ടും ഇതിനുള്ളിൽ ഈ 3 കാര്യത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നാളെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായാലും ടാറ്റാ ബൈ ബൈ, ഓക്കേ.